ഹലോ മുത്തുമണികളെ, ഭയങ്കര ഭാരം നിറഞ്ഞ ഒരു മനസ്സുമായിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ട് ഞാനൊരു പുസ്തകം വാങ്ങിച്ചു. എൻ്റെ അടുത്ത് ആരെങ്കിലും ഒരു ബുക്ക് വായിക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് വായിക്കും. ഞാൻ എത്ര റിസ്ക് എടുത്തിട്ടായാലും വായിക്കും. ഇത്രയും ജോലി തിരക്കിൻ്റെ ഇടയിൽ ഞാൻ രാത്രിയിലിരുന്ന് ആ പുസ്തകത്തിന്റെ 1/4 ഭാഗത്തോളം ഞാൻ വായിച്ചു. ഓരോ പേജ് മറിക്കുമ്പോഴും ഞാൻ വിചാരിക്കും ഇവിടെ വെച്ച് കഥ അങ്ങ് നിർത്തിക്കളയാം, ഇവിടെ വെച്ച് ആ കഥ അങ്ങ് നിർത്തിക്കളയാമെന്ന് വിചാരിക്കുമ്പോഴും എവിടെയോ ഏതോ ഒരു ഭാഗത്ത് ആ ഒരു സെറീനയ്ക്ക് ഒരു നല്ലതുണ്ടാകുമോ, അല്ലെങ്കിൽ ഒരു നന്മ അവളെ തേടി ഉണ്ടാകുമോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ ആ കഥ സത്യത്തിൽ 1/4 ഭാഗത്തോളം വായിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നേരം വെളുത്ത് പിന്നെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ഇറങ്ങി തിരിച്ച് സത്യത്തിൽ ഇത് പറയുമ്പോൾ ഞാനൊക്കെ ഇതുവരെ ധരിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അയ്യോ നമ്മളൊക്കെയാണ് ഭയങ്കര കഷ്ടതയിൽ ജീവിക്കുന്ന ആൾക്കാർ, അല്ലെ കഷ്ടപ്പാട് കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യര്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അടുത്ത വീട്ടിൽ പോയി പണിയെടുത്ത് കൊടുക്കാറുണ്ട്. ശമ്പളമൊന്നും കിട്ടാറില്ല. പിന്നെ അവിടുന്ന് കിട്ടുന്നത് എന്ന് പറയുന്നത് ഒരു പ്ലേറ്റ് കഞ്ഞിയാണ് കിട്ടുന്നത്. ആ ഒരു കഞ്ഞിക്ക് വേണ്ടിയിട്ട് അവർക്കുള്ള 10 മൂട് തെങ്ങും നനയ്ക്കാൻ കിണറ്റിന്ന് വെള്ളം കോരി ആ തെങ്ങ് നനച്ചിട്ട് കൊടുക്കും. അവരുടെ അത്രയും വലിയ മുറ്റം തൂത്തിട്ട് കൊടുക്കും. അവർ പറയുന്ന ജോലി മുഴുവൻ ചെയ്യും. അതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് ഒരു പ്ലേറ്റ് കഞ്ഞി മാത്രമാണ്. അപ്പൊ ആ ഒരു കഞ്ഞിക്ക് വേണ്ടിയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട ഒരു കാലമൊക്കെയാണ്. അതൊക്കെയാണ് ഭയങ്കര കഷ്ടപ്പാട് എന്ന് ഞാൻ ധരിച്ചു വെച്ചിരുന്ന ഒരു സമയത്തിൽ നിന്ന് ഈ ഒരു സെറീന എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉള്ള കഥാപാത്രമാണ്. അവരുടെ പേരുകൾ മാറ്റി ആ കഥാകൃത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന ആ ഒരു വേദനകളെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരാൾ നമ്മളെ സ്നേഹിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ നമ്മളെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ചതെങ്കിലും എനിക്ക് ഏറ്റവും വലിയൊരു സംരക്ഷണം എൻ്റെ മുന്നിലുണ്ടായിരുന്നു, എൻ്റെ അമ്മയുടെ സംരക്ഷണം, അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ ഒരു സ്നേഹം. ഞാനൊന്ന് ഒച്ചത്തി കരയുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് വേദന എടുക്കുന്ന അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി വന്ന് നിനക്ക് എവിടെ വേദന എടുക്കുന്നു എന്ന് ചോദിക്കുന്ന ഒരു അമ്മ എനിക്കുണ്ടായിരുന്നു. പറയുമ്പം ഭയങ്കര വിഷമം തോന്നുന്നു. എനിക്കിന്നും നല്ല ഓർമ്മയുണ്ട്. അതായത് ഞങ്ങളുടെയൊക്കെ സമയത്ത് അന്ന് TV ഒന്നും ഇല്ല. അന്ന് ഈ ടേപ്പ് റെക്കോർഡറാണ്. അപ്പൊ അതിൽ ഇങ്ങനെ എഫ് എം എന്നെ റേഡിയോ ആയിട്ടാണ് അന്ന് കേൾക്കുന്നത്. ആകാശവാണി എന്നൊക്കെ കുറച്ചും കൊണ്ടുള്ള രാവിലെ 7 മണിക്ക് വാർത്ത, അത് കഴിഞ്ഞ് ശ്രുതിലയം, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള പരിപാടികളൊക്കെ ഉള്ള അതും ചായക്കടയിൽ ആണ് ഇത് കേൾക്കുന്നത്. ഈ സൗണ്ട് നമ്മൾ കേൾക്കുന്നത്, ഈ പാട്ടിൻ്റെയൊക്കെ സൗണ്ട് നമ്മൾ കേൾക്കുന്നത്. അപ്പം ഞങ്ങളെ നാട്ടിൽ ഒരു തറവാട് വീടുണ്ട്. ആ തറവാട്ട് വീട്ടിലാണ് കറണ്ട് ഉള്ളതും ഫാനുള്ളതും ഫ്രിഡ്ജുള്ളതും പിന്നെ അതുപോലെ തന്നെ TV ഉള്ളതും. അപ്പൊ ഈ TV കാണാൻ വേണ്ടിയിട്ട് അന്ന് നമ്മളെയൊക്കെ ചെറുതായിരുന്ന സമയത്ത് പിന്നെ ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ പിന്നെ രാവിലെ 10 മണിക്ക് തമിഴ് സിനിമയും, ഞങ്ങളെയൊക്കെ സമയത്ത് രാവിലെ ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ ആണെങ്കിൽ മാത്രമേ, സെക്കൻഡ് സാറ്റർഡേ 10 മണിക്ക് പിന്നെ തമിഴ് സിനിമയും, പിന്നെ ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് മലയാള സിനിമയും. ഇതാണ് ഞങ്ങൾ കാണുന്നതും. അതും നമ്മളിവിടെ നിന്ന് ഇങ്ങനെ പ്ലാനൊക്കെ ചെയ്ത് ഒരുപാട് കുട്ടികളും പിന്നെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ കൂടി ചേർന്നിട്ടാണ് ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് ആ തറവാട്ട് വീട്ടിൽ പോകുന്നത്. അപ്പൊ അവിടെ അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണമൊക്കെ അവർ നമുക്ക് ഒരുക്കി തരുമായിരുന്നു കേട്ടോ. അതിനെ TV ഇങ്ങനെ വാതിലിന്റെ നേരെയാണ് വെക്കുന്നത്. അപ്പൊ പുറത്തും ഇരുന്ന ആൾക്കാർക്ക് കാണാം. അങ്ങനത്തെയൊക്കെ സംവിധാനമൊക്കെ അവിടെ ചെയ്തു വെച്ചിരുന്നിട്ടുണ്ട്. അപ്പൊ അവർക്കറിയാം ഈ സമയമാകുമ്പോ ഇവിടെ എല്ലാവരും വരും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ബാല്യം ഞങ്ങൾക്കുണ്ട്. അപ്പൊ നമ്മളെ ബാല്യം ഇങ്ങനെ ചിന്തിക്കുമ്പോ നമുക്ക് എല്ലാം ദുഃഖകരമായ ഒരു അവസ്ഥയൊന്നുമല്ല. കുറെ എവിടേക്കോ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇപ്പൊ നഷ്ടപ്പെട്ടു പോയ ഒരു ബാല്യകാലമുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു വിഷമം, ഒരു സങ്കടമൊക്കെ തോന്നാറുണ്ട് കേട്ടാ. പിന്നെ അവിടെ നമ്മളിങ്ങനെ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയിട്ട് പിന്നെ രാത്രിയാവുമല്ലോ, സിനിമ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എൻ്റെ അമ്മ എന്നെ എടുത്തോണ്ട് വരും. അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ണടച്ച് കിടക്കും. എന്നിട്ട് ഇങ്ങനെ കണ്ണടച്ചിട്ട് ആലോചിക്കും, എൻ്റെ വീടെത്താറായി, എൻ്റെ വീടിന്റെ വളവെത്തി,
എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമെന്ന് നമുക്ക് തോന്നുന്നത് എന്താണ്? നമ്മളൊരു സ്ഥലത്ത് പരിഗണിക്കപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് സ്നേഹിക്കപ്പെടുന്നു എന്നുള്ളതാണ്. സമ്പത്തൊക്കെ നമുക്ക് എത്ര കഷ്ടപ്പെട്ടാലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ പരിഗണനയും സ്നേഹവും ഒക്കെയാണ് വലിയ വിഷയങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെ? അതിലും അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതായത് അമ്മയുടെ സ്നേഹത്തിന് പകരം വെക്കാൻ മറ്റൊന്നില്ല എന്നുള്ളതാണ്. നമ്മളെ ഈ സെറീന എന്ന് പറയുന്ന കഥാപാത്രത്തിന് നഷ്ടമായി പോയതും, അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നതും അവൾക്ക് അങ്ങനെ ഒരു അമ്മ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് പറയുമ്പോൾ ഇന്നലെ നിങ്ങൾ എന്നെ വഴക്ക് പറയരുതടേ, എന്നെ വഴക്ക് പറയരുത്. കാരണം ഞാൻ ഈ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷെ വീണ്ടും വീണ്ടും ചില കാര്യങ്ങൾ കാണുമ്പോൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. കാരണം നമ്മളൊക്കെ മനുഷ്യർ തന്നെയല്ലേ. ഒരമ്മ എന്ന് പറയുന്നത് തൻ്റെ മക്കൾ, എത്ര മക്കളുണ്ടെങ്കിലും ആ മക്കളെ നമ്മൾ ഒരുപോലെ കാണുന്ന ഒരു സംവിധാനമാണ്, അല്ലേ? അപ്പൊ എൻ്റെ ഒരു മോൾക്ക് ഞാൻ ഒരു ഭക്ഷണം കൊടുത്തില്ല എങ്കിൽ ശരിക്കും നമ്മൾ കല്യാണത്തിന് വിളിക്കും. നമുക്ക് കല്യാണത്തിന് പോകുന്ന സമയത്ത് എൻ്റെ അമ്മയും മുമ്പ് അങ്ങനെയായിരുന്നു കേട്ടാ. പിന്നെ കല്യാണങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്നെ ചിലപ്പോൾ കൊണ്ടുപോകൂല. ചില കല്യാണങ്ങൾക്ക് കൊണ്ടുപോകും, ചില കല്യാണങ്ങൾക്ക് എന്താ നാണക്കേട്, മക്കളുള്ളത് കൊണ്ട് നാണക്കേടല്ല, നമ്മൾ കൊടുക്കുന്ന പൈസ വളരെ തുച്ഛമാണ്. അപ്പൊ കുടുംബം മൊത്തം പോയിരുന്ന് തിന്നിട്ട് വരുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മ അങ്ങനെ കൊണ്ടുപോകൂല. പക്ഷെ തിരിച്ചു വന്നിട്ട് അതുപോലെ നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുമായിരുന്നു. അവർക്കന്ന് അതിനെ പറ്റുള്ളായിരുന്നു. പറ്റുന്ന അവരുടെ പരിമിതിക്കകത്ത് വെച്ചിട്ട് ഏറ്റവും നന്നായിട്ടാണ് എന്നെ നോക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ ഇത് പറയുന്ന എൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഇപ്പം ഞാനായിരുന്നാലും ഞാൻ എവിടെയെങ്കിലും പോയി ഒരു ഭക്ഷണം കഴിച്ചാലും ഞാൻ എൻ്റെ എല്ലാ മക്കൾക്കും വാങ്ങിച്ചു കൊടുക്കും. എൻ്റെ ഒരു മക്കൾക്കെങ്കിലും അത് വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല എങ്കിൽ ഞാനത് വാങ്ങൂല, ഞാനത് വേണ്ട എന്ന് വയ്ക്കും. ഇന്നലെ ശരിക്ക് ഒരു ഭക്ഷണ സാധനത്തിനെ കുറിച്ച് ഒരു കൂട്ടരിങ്ങനെ പറയുന്നുണ്ട്. അതായത് എൻ്റെ മക്കൾ ഇത് കഴിച്ചിട്ടില്ല, എൻ്റെ മക്കൾക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കാൻ ആരുമില്ല, അവര് കഴിക്കട്ടെ. തൊട്ടടുത്തുള്ള ലൈവിൽ തന്നെ, തൊട്ട് കഴിഞ്ഞ ദിവസത്തിലെ ലൈവിൽ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ആ മക്കൾ പൂരി തിന്നെയാണ്. അപ്പൊ പൂരി തിന്നിട്ട് ആ ഒരു മോൻ, പൂരിയൊക്കെ നമ്മളെ വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മക്കളൊക്കെ 5, 10, 15 ഒക്കെ തിന്നും കേട്ടോ. പൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, നമ്മൾ വല്ലപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണ് പൂരി. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ലാവിഷായിട്ട് തിന്നെ. എണ്ണയിൽ പൊരിക്കുന്ന ഭക്ഷണങ്ങൾ മക്കൾക്ക് ഭയങ്കര താല്പര്യമായിരിക്കുമല്ലോ. അപ്പൊ ഈ ഒരു മോൻ ഇവരുടെ അടുത്ത് വന്നിട്ട് എനിക്ക് വേണം എന്ന് പറയുമ്പോൾ ഈ അമ്മ പറയുകയാണ്, അവര് 3 എണ്ണം കഴിച്ച്, അതുകൊണ്ട് ഇനി വേണ്ട എന്ന് അവരങ്ങ് തീരുമാനിക്കുകയാണ്. അതേ അവര് തന്നെ ഒരു ഹോട്ടലിൽ പോയിരുന്നിട്ട് ചിക്കൻ കഴിക്കുന്ന സമയത്ത് മക്കൾ കഴിക്കട്ടെ, മക്കൾ കഴിച്ചു കഴിഞ്ഞിട്ട് കഴിക്കാം, മക്കൾക്ക് ഇത് ആരും വാങ്ങിച്ചു കൊടുക്കാനില്ലല്ലോ, മക്കൾ അങ്ങനെയാണ്, മക്കൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോഴും അവർക്ക് ഈ ഒരു വീഡിയോ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. കാരണം ഇവരുടെ മറ്റൊരു മകള് അപ്പുറത്തുണ്ട്. സത്യത്തിൽ ഇവരിപ്പോ പിന്നെ ചിക്കനാണ് ആ മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്തെങ്കിൽ അവിടെ ആ കുട്ടിക്ക് 2 ചിക്കൻ വാങ്ങിച്ചു കൊടുക്കാനുള്ള ആൾക്കാരുണ്ട്, അത് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും. പക്ഷെ എന്നാലും ഇത് കാണുന്ന ഒരു കുട്ടിയുടെ മനസ്സ്, നമുക്ക് വലിയവർക്കാണ് മനസ്സിന് കട്ടി കൂടുതൽ. ചെറിയ കുട്ടികളെന്ന് പറയുന്നത് അവരുടെ മനസ്സെന്ന് പറയുന്നത് വളരെ ലോലമായിരിക്കും. അവര് ഒരുപാട് കാര്യങ്ങൾ, ഈ ചൈൽഡ്ഹുഡിലെ ട്രോമ എന്ന് പറയുന്നത് നമ്മൾ എത്ര വലുതായാലും നമ്മളെ വിട്ടുപോവാത്ത ഒന്നാണ് എന്ന് കേട്ടിട്ടുണ്ട്. ഈ ഞാൻ വായിച്ച കഥയിലും സെറീന എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രം അതിൻ്റെ ചൈൽഡ്ഹുഡിൽ നടന്നുപോയ സംഭവങ്ങൾ അവളെ വിട്ടുപിരിയാതെ, അവള് ഭക്ഷണം കഴിക്കുമ്പോഴും അവളുടെ ആ കൈ കാണുമ്പോഴും ഒക്കെ അവൾക്ക് ആ ഒരു അഴുക്ക് ഫീൽ ചെയ്യുന്നു. അഴുകിയ കൈ എന്ന് പറയുന്ന ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ അതിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ ബാല്യകാലത്തിൽ നമുക്കുണ്ടാകുന്ന ട്രോമ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അപ്പൊ ഈ ഒരു ബാല്യകാലത്തിൽ നമുക്ക് വാശി, വൈരാഗ്യം, ദേഷ്യമൊക്കെ എല്ലാവരോടും തോന്നും. പക്ഷെ ഒരിക്കലും നമ്മളെ സ്വന്തം മക്കൾക്ക് നമുക്ക് തോന്നില്ല, അല്ലേ? എനിക്ക് തോന്നുന്നില്ല. മക്കളൊക്കെ എന്തെല്ലാം തെറ്റ് ചെയ്താലും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മക്കളെ കൂടെ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പം ആ ഒരു സംഭവം എന്ന് പറയുന്നത് എന്നെ പേഴ്സണലി ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തി. അതിന് സങ്കടപ്പെടുത്താനുള്ള ഈ റീസൺ എന്ന് പറയുന്നത്, ഇവര് ഓൾറെഡി ജനങ്ങളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഭയങ്കര അഗ്രഗണ്യായിട്ടുള്ള ഒരു കഴിവുള്ള ഒരു സ്ത്രീ തന്നെയാണ്. അവർക്ക് അങ്ങനെ ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് അറിയാം. അപ്പൊ അവിടെ
അവിടെ ശരിക്കും ഈ കുട്ടികൾ ഈ ഭക്ഷണം മുമ്പും കഴിച്ചിട്ടുണ്ട്, കഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാറിലും മറ്റുമൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയിരുന്ന് ഈ ഭക്ഷണം കഴിക്കുന്നത് നമ്മളെ കാണിച്ചുകൊണ്ട് അവർ കഴിച്ചിട്ടുണ്ട്. എന്നിട്ടും വന്നിരുന്നിട്ട് പറയുന്ന ഒരു കാര്യം, എൻ്റെ മക്കൾക്ക് ഇതൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ ആരുമില്ലല്ലോ, എൻ്റെ മക്കൾ ഇതൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇതൊക്കെ ഇപ്പൊ സുലഭമായി കിട്ടുന്ന ഒരു സംഭവമാണ്. നമുക്ക് എവിടെ പോയാലും സുലഭമായി എല്ലാ കടകളിലും കിട്ടുന്ന ഒരു സാധനം, വളരെ തുച്ഛമായ രൂപയ്ക്ക് ഇത് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളെ ലുലു മാളില് 300 രൂപയാണ് 1/2 കിലോ എന്ന് പറയുന്നത്. 1/2 കിലോ അല്ല, 1/2 കിലോ 300 രൂപയ്ക്ക് ഈ സാധനം കിട്ടും. അപ്പോൾ 1/2 കിലോ എന്ന് പറയുന്നതിന് ഒരു 10-12 പീസ് കാണും കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോയി വാങ്ങിക്കാറുണ്ട്. അപ്പൊ ആ ഒരു സംഭവം എടുത്തു വെച്ചിട്ട് എൻ്റെ മക്കൾക്ക് ആരും ഇത് കൊടുക്കാനില്ല, വാങ്ങിച്ചു കൊടുക്കാനില്ലല്ലോ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ പുള്ളിക്കാരൻ്റെ മറ്റൊരു മകൻ അപ്പുറത്തൊരു അനാഥനെ പോലെ ജീവിക്കുന്നുണ്ട്. ഈ ഒരു മകന് കൂടി അവകാശപ്പെട്ട ഒരു സാധനം. ഇവർക്കിത് വേണമെങ്കിൽ ഈ വീഡിയോ അവർക്ക് ചെയ്യാതിരിക്കാം, പക്ഷെ ഇവരെന്ത് തോട്ടോടു കൂടിയാണ് അത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം, ജനങ്ങളിൽ നിന്ന് ഒരു പ്രീതി കിട്ടുക, അല്ലെങ്കിൽ അയ്യോ പാവം മക്കള് അല്ലെങ്കിൽ പാവം സ്ത്രീ എന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ ഇതേ സമയം അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്, ഈ ഷാനിന്റെ വൈഫ് എന്ന് പറയുന്ന പുള്ളിക്കാരത്തി ഒരു ജോലിക്ക് പോലും പോകാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരു ഹെൽത്ത് കണ്ടീഷൻ പോലും ഇല്ലാത്ത ഒരു സ്ത്രീയാണ്. അതുപോലെ അവർ വളർത്തുന്ന ആ ഒരു മകൻ എന്ന് പറയുന്നത് ഇയാളുടെ സ്നേഹവും ലാളനയും അർഹിക്കുന്ന, സാധാരണഗതിയിൽ സ്ത്രീകൾ പ്രസവിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കുട്ടികളുടെ ഇന്നത്തെ ഒരു കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ പണ്ടുള്ള പാരൻസിനെ പോലെ അല്ല ഇന്നത്തെ ഒരു പാരൻസ് എന്ന് പറയുന്നത്. കുട്ടികളെ അത്രയും കെയർ ചെയ്യുകയും അത്രയും ലാളിച്ചു കൊണ്ടുനടക്കുകയൊക്കെ ചെയ്യുന്ന, എത്ര ദുഷ്ടനായ, എത്ര കള്ളുകുടിയനായ, എത്ര പെണ്ണുകുടിയനായ ഒരാളാണെങ്കിലും സ്വന്തം കുഞ്ഞ് എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആള് തന്നെയായിരിക്കും. ആ കുഞ്ഞിനെ പ്രസവിച്ച സ്ത്രീയോട് പോലും ചിലപ്പോൾ അവർക്ക് ദേഷ്യമോ വാശിയോ ഒക്കെ ഉണ്ട്. അവർ വേണ്ട എന്ന് വെച്ചാൽ പോലും ആ കുഞ്ഞിനോട് അവർക്ക് യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നത് നമുക്ക് കാണൽ വളരെ വിരളമാണ്. അതായത് 100% എടുക്കുമ്പോൾ ഒരു 93% ഈ പറഞ്ഞ ഒരു പാരൻസ് തന്നെയായിരിക്കും. അതിൽ ബാക്കിയുള്ള ഒരു 7% മാത്രമേ അത്തരത്തിൽ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് നടക്കുന്ന പാരൻസ് ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ആ ഒരു സമയത്ത് മറ്റ് ജനങ്ങളുടെ മുന്നിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ ആ ഒരു സംഭവം ചെയ്യുമ്പോഴും ഇവരെ ഫോളോ ചെയ്യുന്ന 2 കുട്ടികളുണ്ട്. ഒന്ന് ഇവരുടെ മൂത്ത മകള്, ഈ സ്ത്രീയുടെ ഒരു മൂത്ത മകളും, 2 ഈ പുള്ളിക്കാരൻ്റെ വൈഫും മകനും ഈ സംഭവം കാണുന്നുണ്ട്. അപ്പൊ അവിടെ ആ ഒരു ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് അവര് ആദി പൂണ്ട് നിൽക്കുന്ന അതേ കണ്ടീഷനിലുള്ള മറ്റൊരു സ്ത്രീയാണ് അവരും. ഇവര് പറയുന്ന ഇവരത്രയും ഭയങ്കര അനാഥത്വം ഫീൽ ചെയ്ത ഒരു സ്ത്രീ ആണ് എങ്കിൽ ഓഫ് കോഴ്സ് ആ സ്ത്രീ എന്ന് പറയുന്നതും അതേ ഒരു രീതിയിലുള്ള ഒരു സ്ത്രീ തന്നെയാണ്. അപ്പം അവിടെ എങ്ങനെയാണ് ഇവരെ നമുക്ക് പിന്നെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റുക? ഓക്കെ, ഇവരിപ്പോൾ ചെയ്യുന്നത് അധ്വാനിച്ച് ജീവിക്കുന്നു, നല്ല കാര്യമാണ്. അവര് ആരെയും ഒന്നും പറയുന്നില്ല, ഉമ്മാനോ ഒന്നും പറയുന്നില്ല, വാപ്പാനോ ഒന്നും പറയുന്നില്ല, അതൊക്കെ ഓക്കെ, നല്ല കാര്യമാണ്. പക്ഷെ അവരെ ഒന്ന് ചിന്തിക്കുക, ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരും ഒന്ന് ചിന്തിക്കുക. സത്യത്തിൽ ഇതിന് അർഹതപ്പെട്ട മറ്റൊരാളും കൂടി അവിടെ അപ്പുറം ഇത് നിന്ന് കണ്ട് അവനൊരു അനാഥനെ പോലെ അപ്പുറത്തോട്ട് മാറി നിൽക്കുന്ന ആ ഒരു രംഗം നിങ്ങളുടെ മക്കളാണെങ്കിൽ നിങ്ങൾ അതിന് അനുവദിക്കുമോ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ ഇത് ചെയ്യുമോ? നിങ്ങളാണെങ്കിൽ ഇത് ചെയ്യുമോ? നിങ്ങളുടെ ഒരു കുഞ്ഞ് അപ്പുറത്ത് അനാഥനെ പോലെ മാറി നിൽക്കുമ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് ഈ ഒരു സംഭവം ചെയ്യുമോ എന്നുള്ളതും കൂടി നിങ്ങൾ, അല്ലെങ്കിൽ അവരത് ഓക്കെ ഹാപ്പി മൂമെന്റ് ആയിട്ട് ആ ഒരു സംഭവത്തിനെ അവിടെ ഇട്ട് നിങ്ങൾ ആ ഒരു വീഡിയോ ഇട്ടിട്ട് പോകുന്നെങ്കിൽ ഓക്കെ. പക്ഷെ അവിടെ അവർ പറഞ്ഞിരിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എൻ്റെ മക്കൾക്ക് ആരുമില്ല, എൻ്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കാൻ ആരുമില്ല, കൊടുക്കാൻ ആരുമില്ല. ആരാണ് അങ്ങനെ ആക്കി തീർത്തത്? ആ കുട്ടികളുടെ വാപ്പമാരൊക്കെ ആ കുട്ടികളെ നോക്കാൻ വില്ലിങ് ആയിട്ടുള്ള വാപ്പമാര് തന്നെയാണ്. അത് നമ്മളിപ്പോൾ ആ മൂത്ത കുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ കാണുന്നുമുണ്ട്. അപ്പൊ ഈ ഒരു സംഭവം എനിക്ക് പറയാതെ പോകാൻ ഞാനിത് വിട്ട് ഈ കേസ് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ മാറി നിന്നതാണെങ്കിൽ ഈ ഒരൊറ്റ കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി. അതുപോലെ തന്നെ ഞാനും ഷഫീന താത്തയും കൂടി ബാലാവകാശ കമ്മീഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഞങ്ങൾക്കൊരു നോട്ടീസ് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു നോട്ടീസിൽ
ബാലാവകാശ കമ്മീഷനിൽ അവര് അന്വേഷിച്ച് അവര് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. കുട്ടീനെ അമ്മൂമ്മയുടെ കയ്യിൽ വളർത്താൻ നോക്കാനായിട്ട് ഏൽപ്പിച്ച ഒരു സംഭവം അവര് ആക്ഷൻ എടുത്തിട്ടുണ്ട്. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. പിന്നൊരു സംഭവം എന്ന് പറയുന്നത് പിന്നെ അവർക്ക് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു കേസാണ്. അതുകൊണ്ട് അവർ തന്നെ ആ ഒരു വിഷയം സൈബർ സെല്ലിന് വിട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ ഒന്ന് പറയണമെന്ന് തോന്നി. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ചിന്തിക്കുക, ചിന്തിച്ച് വിവേകപൂർവ്വം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക, അത്രയേ ഉള്ളൂ.